നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 8. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു ബീച്ച് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ കടപ്പുറത്ത് ഇരിക്കാൻ വേണ്ടി ഒരു ചേച്ചി കസേരയും എടുത്ത് ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നു. അപ്പോഴാണ് കടപ്പുറത്ത് ഒരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്നത്. തലയുടെ സൈഡിലായി രക്തമുണ്ട്. അപ്പൊ ആ ചേച്ചി പെട്ടെന്ന് ടെൻഷനായി ഹെൽപ്പ് എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. അവിടുന്ന് കാണിക്കുന്നത് മോർഗൻ ടോമുമായിട്ട് സംസാരിച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവന്റെ കാലിൽ വെടി കൊണ്ടായിരുന്നല്ലോ, അതെല്ലാം ഓക്കെ ആയി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മോർഗൻ ഇന്നത്തെ കേസിന്റെ കോൾ വരുന്നു. അങ്ങനെ അവൾ ടോമിനോട് ബൈ പറഞ്ഞു പോകുന്നു. ബീച്ചിലേക്ക് എത്തിയപ്പോൾ കാരഡക്ക് അവളെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഓസും ഡാഫ്നി അവിടെയുണ്ട്. ഡീറ്റെയിൽസ് പറയാൻ കാരഡക്ക് ഓസിനോട് പറയുന്നു. 20 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തലയുടെ പുറകിൽ മുറിവ് പറ്റിയിട്ടുണ്ട് എന്ന് ഓസ് പറഞ്ഞപ്പോൾ ഡാഫ്നി നേരത്തെ ലൈഫ് ഗാർഡ് CPR കൊടുത്തിരുന്നു. ആ സമയം അവൾക്ക് ജീവനുണ്ടായിരുന്നു. അതായത് ആ പെൺകുട്ടിയെ ആദ്യം കണ്ട ഒരു സ്ത്രീ സഹായത്തിന് വിളിച്ചില്ലേ, ആ സമയം. പക്ഷേ എമർജൻസി മെഡിക്കൽ ടീം എത്തിയപ്പോഴേക്കും അവൾ മരിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോൾ ആക്സിഡന്റ് ആണോ അതോ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് കാരഡക്ക് ചോദിക്കുന്നു. ഇവിടെ അന്വേഷിച്ചപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ആരും കണ്ടതായി പറയുന്നില്ല എന്ന് ഓസ് പറഞ്ഞപ്പോൾ ഇവളെന്തായാലും ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നീന്താൻ വന്നതായിരിക്കില്ല എന്ന് ഡാഫ്നിയും പറയുന്നു. പിന്നെ അവളുടെ തലയിൽ മുറിവ് പറ്റിയതിന്റെ കാരണമായ ആയുധങ്ങളൊന്നും അവിടെ ഒന്നും കണ്ടെടുത്തിട്ടില്ല. അപ്പൊ മോർഗൻ ആ പെൺകുട്ടിയുടെ പൾസ് പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് കാരഡക്കിനോട് അവന്റെ വാച്ച് അഴിച്ചു തരാൻ പറയുന്നു. അവൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ തരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. അപ്പോൾ നോക്കി പറഞ്ഞ് പെട്ടെന്ന് വാച്ച് അഴിച്ചു കൊടുക്കുന്നു. അവളുടെ സ്വഭാവം കാരഡക്കിന് അറിയാം. അങ്ങനെ മോർഗൻ ആ വാച്ച് പെൺകുട്ടിയുടെ മൂക്കിനടുത്ത് പിടിച്ചു നോക്കിയപ്പോൾ അവളുടെ ശ്വാസം വാച്ചിന്റെ ചില്ലി പതിക്കുന്നു. അപ്പോൾ അവൾ മരിച്ചിട്ടില്ല. കാരഡക്ക് ഉടനെ തന്നെ അവളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ അലർന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഓസ് അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ മോർഗൻ മെഡിക്കൽ ടീം പരിശോധിച്ചപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൾസ് ഉണ്ടായിരുന്നില്ലെങ്കിലും അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതിന് പറയുന്നത് ലാസറസ് എഫക്ട് എന്നാണ്. ഈ പേര് വന്നത് ബൈബിളിൽ യേശുദേവൻ ലാസറിനെ പുനർജീവിപ്പിച്ച കഥയില്ലേ, അതിൽ നിന്നാണ്. അപ്പോൾ ഒരു അത്ഭുതം അഥവാ മിറാക്കിൾ പോലെ അല്ലേ എന്ന് ഓസ് ചോദിച്ചപ്പോൾ മിറാക്കിൾ അല്ല, മെഡിക്കൽ ആണെന്ന് മോർഗൻ പറയുന്നു. അതായത് ഒരാൾക്ക് CPR കൊടുക്കുമ്പോൾ ആ സമയം രക്തോട്ടം ഉണ്ടാവുകയില്ല, പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം രക്തോട്ടം സംഭവിക്കും. അപ്പോൾ ഈ ഗ്യാപ്പിൽ മരിച്ചതുപോലെ തോന്നും. പക്ഷെ വീണ്ടും രക്തോട്ടം തുടങ്ങുമ്പോൾ ആളുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും. അതാണ് മെഡിക്കൽ റീസൺ. പക്ഷെ ആളുകൾ മരണത്തിൽ നിന്നും തിരിച്ചു വന്നെന്നൊക്കെ പറയാറില്ലേ, അതാണ് ലാസർ എഫക്ട് എന്ന് ഇതിന് പേര് വന്നത്. പക്ഷെ ഇത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളൂ. അപ്പോൾ ചീഫ് അങ്ങോട്ട് വന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഡാഫ്നി പറയുന്നു. അവൾക്ക് ബോധം വന്നാലുടൻ ആരാണ് അവൾ ആക്രമിച്ചതെന്ന് നമുക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് ഫോറൻസിക്കിൽ നിന്നും എന്താണ് വിവരം കിട്ടിയിട്ടുള്ളതെന്ന് ചീഫ് ചോദിച്ചപ്പോൾ മെറ്റലിന്റെ അംശം അവളുടെ തലയിലെ മുറിവിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ അടിക്കാൻ ഉപയോഗിച്ച ആയുധം ചുറ്റിക പോലുള്ള എന്തെങ്കിലും ആവാൻ സാധ്യതയുണ്ട് എന്ന് ഓസ് പറയുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൽ മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചുകൊണ്ടിരുന്ന കാരഡക്കിന് ആ പെൺകുട്ടിയുടെ വിവരങ്ങൾ കിട്ടുന്നു. അവളുടെ പേര് ഹെദർ വാലസ്, 27 വയസ്സ്. ഇന്നലെ അവൾ ഡിന്നറിന് വരാത്തത് കൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് മോറിസ് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ ഫോട്ടോയും ആ കംപ്ലൈന്റും കാരഡക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. അടുത്ത സീനിൽ അവളുടെ ബോയ് ഫ്രണ്ട് മോറിസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അയാളൊരു വയസ്സനാണ്. കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ അവർ തമ്മിൽ റിലേഷൻ ആരംഭിച്ചിട്ട്. അപ്പോൾ അയാളെ കണ്ട് ആ പെൺകുട്ടിയേക്കാളും കുറച്ച് പ്രായം കൂടുതലാണല്ലോ എന്ന് ചീഫ് ചോദിച്ചപ്പോൾ കുറച്ചോ എന്ന് മോർഗൻ ചോദിക്കുന്നു. മോറിസിന് 57 വയസ്സുണ്ട്. സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷം അത് വിറ്റു. അപ്പൊ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ഡാഫ്നി മോറിസിനോട് ചോദിച്ചപ്പോൾ വീട്ടിലായിരുന്നു. സ്വിമ്മിംഗ് പൂളിന്റെ ടൈല് മാറ്റാനുള്ള ആലോചനയിലായിരുന്നു. പക്ഷെ ഒരുപാട് ഓപ്ഷൻ വന്നതുകൊണ്ട് ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ടെന്ന മോർഗനും ചീഫിനും അയാളുടെ സംസാരത്തിലെല്ലാം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഓസ് അങ്ങോട്ട് വന്നിട്ട് അവൻ ഹെദർ വാലസ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അന്വേഷിച്ചിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ ഒരു പെൺകുട്ടി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ ആ പെൺകുട്ടിയുടെ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചപ്പോൾ അവന് വേറൊരു പേരാണ് കിട്ടിയത്, പെന്നി ഹോൾ. അപ്പോൾ അവളുടെ പേര് മോറിസിനോട് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട്. അത് തിരിച്ചറിഞ്ഞപ്പോൾ മോറിസ് അവളെ ബീച്ചിൽ വെച്ച് ആക്രമിച്ചതായിരിക്കില്ല എന്ന് ഓസ് സംശയം പറയുന്നു. അപ്പൊ മോർഗൻ അവൾ ശരിക്കും ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവളെ ആക്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ സഹായമാവും എന്ന് പറഞ്ഞിട്ട് ചീഫ് അവളുടെ അഡ്രസ്സ് കൊടുത്തിട്ട് കാരഡക്കിനെയും കൂട്ടി അവിടെ ചെന്ന് പരിശോധിക്കാൻ പറയുന്നു. അങ്ങനെ മോർഗനും കാരഡക്കും പെനിയുടെ വാടക വീട്ടിലേക്ക് എത്തുന്നു. ഹൗസ് ഓണർ അപ്പൂപ്പൻ അവളുടെ മുറി തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് പെനി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല പെനിയുടെ ബോയ് ഫ്രണ്ട് മരിച്ചുപോയി, അതൊരു കൊലപാതകമായിരുന്നു എന്നാണ് തോന്നുന്നത് എന്നുകൂടി അപ്പൂപ്പൻ പറയുന്നത് കേട്ട് മോർഗനും കാരഡക്കും പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് മോറിസിന്റെ പേര് പറഞ്ഞ് അയാളുടെ അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അതല്ല, പെനിയുടെ അതേ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പേര് ഓർത്തെടുത്തിട്ട് ലൂക്കസ് ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ പോകുന്നു. അപ്പൊ അവിടെ മേശപ്പുറത്ത് ടെന്നീസ് ബാറ്റ് പിടിച്ചു നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് ഇതായിരിക്കും ലൂക്കസ് എന്ന് മോർഗൻ പറയുന്നു. അപ്പൊ മോറിസ് പെനിയുടെ എക്സ് ബോയ് ഫ്രണ്ടായ ലൂക്കസിനെ കുറിച്ചോ അവൻ മരിച്ചതിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ പേര് വരെ മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് മോറിസിനെ അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലായിരിക്കും എന്ന് കാരഡക്ക് പറയുന്നു. അപ്പൊ മോർഗൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡീസ് ബാഗ് എടുത്തിട്ട് ഇതിന് എത്ര രൂപയായിരിക്കും എന്ന് നിനക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ കാരഡക്കിന് അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. അത് ഭയങ്കര വില പിടിച്ചാണെന്ന് മോർഗൻ പറയുന്നു. എന്നിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന അലമാര തുറന്നു നോക്കിയപ്പോൾ അതിലും വില പിടിച്ച വേറെ ബാഗുകളും ഉടുപ്പുകളും ചെരുപ്പും. അപ്പൊ അത് മോറിസ് വാങ്ങിച്ചു കൊടുത്തായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അവളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് അതെല്ലാം മേടിച്ചിട്ടുള്ളത് എന്ന് മോർഗൻ പറയുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ മേശപ്പുറത്തിരിക്കുന്ന കാരഡക്ക് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചീപ്പ് സ്ഥലത്ത് താമസിക്കുന്ന ഇവൾ എന്തിനാണ് ഇത്രയും വില പിടിച്ച ഉടുപ്പും മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങി അവളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് പണക്കാരനായ ഒരു കിളവനെ ഡേറ്റ് ചെയ്യുന്നതെന്ന് കാരഡക്ക് സംശയം പറയുന്നു. മോർഗൻ അതിന് മറുപടി പറയാതെ അവൾ
എടുത്തു നോക്കി ഉടുപ്പ് തിരിച്ച് അലമാരയിലേക്ക് വെക്കുമ്പോഴാണ് അതിന്റെ അകത്ത് അവൾ എന്തോ കാണുന്നത്. പെട്ടെന്ന് ആ ഉടുപ്പെല്ലാം മാറ്റി നോക്കിയപ്പോൾ അകത്ത് ഒരുപാട് ഫോട്ടോകളും ഡീറ്റെയിൽസും എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതായത് LAPD ഓഫീസിലെ കേസ് ബോർഡ് പോലെ. അത് പെനിയുടെ ബോയ് ഫ്രണ്ട് ആയ ലൂക്കസിന്റെ മരണത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളായിരുന്നു. അതായത് ലൂക്കസിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പെനി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെനി ഒരു വലിയ പരസ്യ ബോർഡിനും പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ആരാണ് ലൂക്കസിനെ കൊന്നത് എന്നുള്ള പരസ്യമായിരുന്നു. താഴെ ഒരു ഫോൺ നമ്പറും. അപ്പോൾ ഈ എപ്പിസോഡ് തെളിയിക്കാൻ പോകുന്നത് ലൂക്കസിന്റെ കൊലപാതകമാണ്. ഒപ്പം പെനിയെ ആരാണ് കൊലപ്പെടുത്താൻ നോക്കിയതെന്ന്. പോലീസ് റിപ്പോർട്ട് ലൂക്കസ് ബീച്ചിൽ വെച്ച് മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടു എന്നാണ്. അവന്റെയും തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. തലയിൽ മുറിവുണ്ട്. പെനിയുടെ അതേപോലെ തന്നെ അല്ലേ എന്ന് ഓസ് പറഞ്ഞപ്പോൾ പെനിയുടെ കൊലപാതകം മോഷണ ശ്രമത്തിനിടയിലല്ല, കാരണം അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഡയമണ്ട് നെക്ലേസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചീഫ് പറയുന്നു. അപ്പോൾ കാരഡക്ക് ലൂക്കസിന്റെ കൊലപാതകവും മോഷണ ശ്രമത്തിന്റെ ഇടയിൽ നടന്നതായിരുന്നിരിക്കില്ല, പക്ഷെ അത് അങ്ങനെയാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ കൊലയാളി ചെയ്തതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ലൂക്കസിനെയും പെനിയെയും ആക്രമിച്ചത് ഒരേ ആൾ തന്നെ ആയിരിക്കുമെന്ന് ഓസ് പറഞ്ഞപ്പോൾ അതിനാരും മറുപടി പറയുന്നില്ല. അപ്പോൾ മോർഗൻ ലൂക്കസിന്റെ ഫോട്ടോയിൽ തൊട്ട് കാണിച്ചിട്ട് അവന്റെ തലയിലും മുഖത്തും ഈ അരി എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുന്നു. ഫോട്ടോയിൽ അവന്റെ തലയിലും മുറിവിലും മുഖത്തും അരിമണികൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ എങ്ങും പറഞ്ഞിട്ടില്ലെന്ന് ഓസ് പറയുന്നു. അപ്പോൾ വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ചീഫ് ചോദിച്ചപ്പോൾ ലൂക്കസ് മറീന അസുൽ ബീച്ച് ക്ലബ് എന്നൊരു ക്ലബ്ബിൽ ടെന്നീസ് കോച്ചായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ലൂക്കസിന്റെ മരണത്തിന് കാരണമായ ആൾ ആ ക്ലബ്ബിലുള്ള ആരോ ആണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അത്രയും പൈസയൊന്നും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ കണ്ടെത്തിയ വഴിയാണ് അതിലൊരു മെമ്പറെ സെറ്റ് ആക്കുക എന്നുള്ളത്. അതായിരുന്നു മോറിസ്. അങ്ങനെ മോറിസിന്റെ കൂടെ അവൾ ആ ക്ലബ്ബിൽ പോകുമായിരുന്നു. പക്ഷെ അവളുടെ യഥാർത്ഥ ഉദ്ദേശം ലൂക്കസിന്റെ മരണത്തെക്കുറിച്ച് അവിടേക്ക് അന്വേഷിക്കുക എന്നുള്ളായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയ മോറിസ് മനഃപൂർവ്വം അവളുടെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തായിരിക്കും എന്ന് കാരഡക്ക് പറഞ്ഞപ്പോൾ വേറൊരു സാധ്യത പെനിയുടെ അന്വേഷണം ലൂക്കസിന്റെ കൊലയാളിയുടെ തൊട്ടടുത്ത് എത്തിയിരിക്കണം. അത് മനസ്സിലാക്കി അയാൾ പെനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചായിരിക്കും എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ചീഫ് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ മോർഗനും കാരഡക്കും ആ ബീച്ച് ക്ലബ്ബിലേക്ക് എത്തുന്നു. അത് ബീച്ചിന്റെ സൈഡിലുള്ള ഒരു പണക്കാരുടെ ക്ലബ്ബാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് മോർഗന്റെ ഡ്രസ്സ് കണ്ട് അവൾ അകത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. കാരണം അവർക്ക് ഡ്രസ് കോഡ് ഉണ്ട് അവിടെ. മോർഗൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ അവൾക്കൊരു കോട്ട് കൊണ്ട് കൊടുക്കുന്നു. അവൾ ആ കോട്ട് വിട്ട് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം ആ ക്ലബിന്റെ ഓണർ എഡ്വാർഡിനെയും അനിയൻ ബ്ലെയിനെയും അവർ പരിചയപ്പെടുന്നു. പെനിക്ക് സംഭവിച്ച വിവരം അവർ അറിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് അവിടെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. പെനി കിടന്നിരുന്നത് പുറത്തെ ബീച്ചിലായതുകൊണ്ട് അവരത് അറിഞ്ഞിട്ടില്ല. കാരഡക്ക് പെനിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവളെ മോറിസിന്റെ കൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പാടില്ലെന്ന് ബ്ലെയിൻ പറയുന്നു. ലൂക്കസിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ അവർക്കറിയാം, കാരണം അവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ. അപ്പോൾ കൂടുതൽ വിവരം എന്തെങ്കിലും അറിയുവാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് കാരഡക്ക് അവന്റെ കാർഡ് എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട, എന്തെങ്കിലും ഓർക്കുവാണെങ്കിൽ ഞങ്ങൾ 911 വിളിച്ചോളാം എന്ന് പറഞ്ഞ് ബ്ലെയിൻ പോകുന്നു. അവരുടെ പെരുമാറ്റത്തിൽ മോർഗനും കാരഡക്കിന് അല്പം നീരസം തോന്നുന്നുണ്ട്. വാറന്റായിട്ട് പിന്നെ വരേണ്ടി വരുമെന്ന് കാരഡക്ക് പറയുന്നുണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ മോർഗൻ ആ കോട്ട് തിരിച്ച് സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവന്റെ കണ്ണിന് ചുറ്റും ഒരു പാട് കണ്ടിട്ട് എന്ത് പറ്റിയതാണെന്ന് അവളെ ചോദിച്ചപ്പോൾ അവരുടെ പ്രൈവറ്റ് ബീച്ചിൽ വെച്ച് ഒരുത്തിനെന്ത് ഇല്ലീഗലായിട്ട് വിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവനായിട്ടൊന്ന് മുട്ടിയതാണ്, ഒരിടി കണ്ണിൽ കൊണ്ടു, അങ്ങനെയാണ് പാട് വന്നതെന്ന് ആ സ്റ്റാഫ് പറയുന്നു. അപ്പോൾ അവൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവന്റെ പേര് സ്മിത്ത്. ഓൾറെഡി കുറെ കേസുകൾ അവന്റെ പേരിലുണ്ട്. അപ്പോൾ സ്മിത്ത് അവിടെ ക്ലബ്ബിലെ മെമ്പർമാർക്ക് ചിലപ്പോൾ മയക്കുമരുന്നുകൾ വിൽക്കുന്നുണ്ടായിരിക്കാം. അതൊരു പക്ഷേ ലൂക്കാസ് കണ്ടിരിക്കാം. അങ്ങനെ ലൂക്കാസ് ആയിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ സ്മിത്ത് ലൂക്കാസിനെ കൊല ചെയ്യാൻ സാധ്യത ഉണ്ടാവുമെന്ന് മോർഗൻ പറയുന്നു. അങ്ങനെ അവർ സ്മിത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് പെനിയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം എന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ പുറകെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അവൻ പെനിയോട് അവനല്ല ലൂക്കാസിനെ കൊന്നത്, വെറുതെ എന്റെ പുറകെ വരരുത് എന്ന് പറഞ്ഞ് അവളെ വാൺ ചെയ്തിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ ആ ക്ലബിന്റെ അകത്ത് പോയത് അവിടെ മയക്കുമരുന്ന് വിൽക്കാനല്ല, എനിക്ക് കിട്ടാനുള്ള പൈസ ചോദിക്കാനാണെന്ന് സ്മിത്ത് പറയുന്നു. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ബ്ലെയിനിന്റെ കയ്യിൽ നിന്നാണെന്ന് സ്മിത്ത് പറയുന്നു. അത് കേട്ടപ്പോൾ കാരഡക്കിനും മോർഗനും വിശ്വസിക്കാനാവുന്നില്ല. കാരണം അത്രയും പണക്കാരനായ ബ്ലെയിൻ എന്തിനാണ് ഇവനിൽ നിന്നും പൈസ കടം വാങ്ങുന്നത്? അപ്പൊ കാരഡക്കിന് ഒരു മെസ്സേജ് വരുന്നു, പെനിക്ക് ബോധം വന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ കാരഡക്ക് മോർഗന് ആശുപത്രിയിലേക്ക് എത്തുന്നു. മോറിസ് അവിടെ ഉണ്ടായിരുന്നു. അയാളോടൊന്ന് പുറത്തു വെക്കാൻ അവർ പറയുന്നു. ഇപ്പോഴാണ് മോറിസ് പെനിയുടെ യഥാർത്ഥ പേര് അറിയുന്നത്. എന്നിട്ടും അയാൾ പെനിയെ ഇട്ടിട്ട് പോയില്ല. അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു പെനിയും പറയുന്നുണ്ട്. അപ്പൊ കാരഡക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ ലൂക്കാസിന്റെ മരണത്തെക്കുറിച്ച് അറിയുന്നവർ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ് അവളുടെ നമ്പർ കൊടുത്തൊരു പരസ്യം ചെയ്തിരുന്നല്ലോ. അത് കണ്ട് ഒരാൾ അവളെ വിളിച്ചു. ലൂക്കാസിന്റെ മരണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനാണെന്നും പറഞ്ഞു. അത് വിശ്വസിച്ച് അവൾ കടപ്പുറത്തേക്ക് ചെന്നു. പക്ഷെ ആരോ പെട്ടെന്ന് അവളെ തലക്കടിച്ച് വീഴ്ത്തിയെന്ന് പേര് പറയുന്നു. ലൂക്കസിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തിയത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ കഴുത്തിൽ കിടന്ന നെക്ലസിൽ പിടിക്കുന്നു. ആ ഡയമണ്ട് നെക്ലസ് ലൂക്കസ് അവൾക്ക് സമ്മാനമായി കൊടുത്താണ്. അപ്പോൾ നിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചോ, ക്ലബിന്റെ അകത്ത് സംശയിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ലൂക്കസിന് അവിടുത്തെ ജോലിയും ആളുകളെയും ഇഷ്ടമായിരുന്നു എന്ന് പെനി മറുപടി പറയുന്നു. അപ്പോൾ മോർഗൻ ബ്ലെയിനെ കുറിച്ച് നിനക്ക് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിന്റെ അലമാരയിൽ അവന്റെ പടവും ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ബ്ലെയിൻ ഒരു ദിവസം ലൂക്കാസിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ബ്ലെയിനുമായിട്ട് അടുക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവന്റെ സഹോദരൻ എഡ്വാർഡ് അവനെ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന പോലെയായിരുന്നു. എനിക്കത് അടുക്കാൻ പറ്റിയില്ല എന്ന് പെനി പറയുന്നു. അടുത്ത സീനിൽ കാരഡക്കും മോർഗനും വീണ്ടും ബീച്ച് ക്ലബിലേക്ക് ബ്ലെയിനെ കാണാൻ വേണ്ടി എത്തുന്നു. പക്ഷെ ബ്ലെയിൻ അവിടെ ഉണ്ടായിരുന്നില്ല. സഹോദരൻ എഡ്വാർഡ് പറയുന്നത് ബ്ലെയിൻ അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന ഒരാളല്ല എന്നാണ്. അപ്പൊ കാരഡക്ക് പക്ഷെ ഞങ്ങൾ സംസാരിച്ച ചില ആളുകൾ അവനെ കുറിച്ച് അത്ര നല്ലതല്ലല്ലോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബ്ലെയിൻ ഒരു പെർഫെക്റ്റ് മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ അവൻ വന്നു കഴിഞ്ഞ് നിങ്ങളോട് സംസാരിക്കും എന്ന് പറയുന്നു. അപ്പോൾ മോർഗൻ അവിടെ
അതെല്ലാം ഒന്ന് നടന്ന് പരിശോധിക്കുന്നുണ്ട്. അവിടെ ബ്ലെയിനും എഡ്വേർഡും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ ഷെൽഫിൽ കുറെ സുവനീറുകൾ ഇരിക്കുന്നുണ്ട്. അതുപോലെ വിവിധ രാജ്യങ്ങളുടെ പതാകകളും. അതെല്ലാം കണ്ട മോർഗൻ എഡ്വേർഡിനോട് നിങ്ങൾ എയർപോർട്ടിലെ ഗിഫ്റ്റ് ഷോപ്പ് എങ്ങാനും മോഷ്ടിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എഡ്വേർഡ് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. അത് ഞങ്ങൾ ആദ്യമായിട്ട് പണ്ട് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ പോയപ്പോൾ മുതൽ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നിന്നും കൊണ്ടുവരുന്നതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഇനി അതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പൊ കാരഡക് നിന്റെ സഹോദരൻ ഒരു കൊലപാതകമോ രണ്ടാമത് കൊലപാതക ശ്രമമോ നടത്തിയെങ്കിൽ അവനെ നീ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ തീർച്ചയായും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അത് കേട്ട് ടെൻഷനായ എഡ്വേർഡ് എന്റെ അനിയൻ ചില പണമിടപാടുകളിൽ എന്തോ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, പക്ഷേ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് കൊലപാതകത്തെ കുറിച്ചാണ്. അവൻ ചെയ്യാത്ത കാര്യത്തിന് അവനെ സംശയിക്കുന്നത് ഞാൻ സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ അനിയന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ കാരഡക് നീ പറയുന്നതൊക്കെ സമ്മതിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്തായാലും പറ്റില്ല, പോയിട്ട് പിന്നെ വരാൻ എഡ്വേർഡ് പറയുന്നു. ഞങ്ങൾ തീർച്ചയായും പിന്നെ വരും എന്ന് പറഞ്ഞ് അവർ അവന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അവർ പുറത്തു വന്നപ്പോൾ മോർഗൻ ഒരു സ്ത്രീയെ കണ്ട് നമുക്ക് അവരോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി അവൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് നിങ്ങളുടെ നെക്ലേസ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് മോർഗൻ ആ സ്ത്രീയോട് പറയുന്നു. അപ്പൊ ആ സ്ത്രീ താങ്ക് യു പറഞ്ഞിട്ട് അത് അവരുടെ ഭർത്താവ് അവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ട് അവരുടെ 10ാമത്തെ വിവാഹ വാർഷികത്തിന് സമ്മാനിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ കാരഡക്ക് ഇതേപോലെ തന്നെ വേറെ ഒരെണ്ണം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ ശരിയാണ്, പക്ഷെ അത് ഒറിജിനലും ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ മോർഗൻ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയോട് സംസാരിക്കണം എന്ന് പറഞ്ഞത്? അവരുടെ കഴുത്തിൽ കിടക്കുന്ന അതേപോലത്തെ നെക്ലേസ് ആണ് പെനിയുടെ കഴുത്തിലുണ്ടായത്. ഇവർ പറയുന്നത് ഇത് കസ്റ്റം മെയ്ഡ് ആണെന്നാണ്, അതായത് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഡിസൈൻ പ്രത്യേകം പറഞ്ഞു ചെയ്തതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ 2 പീസുകൾ ഉണ്ടാവില്ലല്ലോ. ഇനി ഇവരുടെ കഴുത്തിൽ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മോർഗൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കല്ലിൽ വെളിച്ചം തട്ടുമ്പോൾ അതിൽ മഴവില്ല് പോലെ തെളിയും. ഒറിജിനൽ ഡയമണ്ട്സിൽ പ്യുവർ വെള്ള കളറായിരിക്കും, അത് തിളങ്ങും. അപ്പൊ അത് കേട്ടിട്ട് ടെൻഷനായ സ്ത്രീ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ കാരഡക്ക് പെനിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഈ പെൺകുട്ടിയെ ആരോ ആക്രമിച്ചു, ഞങ്ങളത് അന്വേഷിക്കുകയാണ്, നിങ്ങൾക്ക് ഇവളെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. അപ്പോൾ ഇവളുടെ ബോയ് ഫ്രണ്ട് ലൂക്കസിനെ അറിയുമോ എന്ന് മോർഗൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഒന്ന് ദീർഘശ്വാസം വിട്ടിട്ട് കുറച്ച് അകലിരിക്കുന്ന വേറൊരു അപ്പൂപ്പനെ നോക്കുന്നു. അത് അവരുടെ ഭർത്താവാണ്. അടുത്ത സീനിൽ LAPD ഓഫീസിൽ വെച്ച് സംഭവിച്ചത് എന്താണെന്ന് മോർഗൻ പറയുന്നു. അതായത് ആ നെക്ലേസ് അവർ തന്നെ ലൂക്കസിന് കൊടുത്താണ്. ലൂക്കസ് പിന്നീട് അത് പെനിക്ക് കൊടുത്തു. ആ സ്ത്രീയുടെ ഭർത്താവ് സിറ്റി കൗൺസിലിലെ അംഗമാണ്. ആ സ്ത്രീക്ക് ബ്ലെയിനുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് അവരുടെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അയാളുടെ പിടിപാട് വെച്ച് ആ ക്ലബിന്റെ ലൈസൻസ് തന്നെ അയാൾ ചിലപ്പോൾ കളയും. ലൂക്കാസ് ഈ ബന്ധം എങ്ങനെയോ അറിഞ്ഞു. അതവൻ ആരോടും പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിനോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ അവന് ഡയമണ്ട് നെക്ലേസ് കൊടുത്തത്. എന്നിട്ട് ഭർത്താവ് പിടിക്കാതിരിക്കാൻ വേണ്ടി അതേപോലത്തെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി കഴുത്തിലിട്ടു. അപ്പോൾ ലൂക്കാസ് ഇത് ആരോടും പറയില്ല എന്ന് ബ്ലെയിനിന് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ബ്ലെയിൻ ലൂക്കാസിനെ കൊന്നതായിരിക്കും എന്ന് കാരഡക്ക് പറയുന്നുണ്ട്. അപ്പൊ മോർഗൻ കേസ് ബോർഡിലെ ലൂക്കാസ് മരിച്ചെടുക്കുന്ന ഫോട്ടോയിൽ സൂക്ഷിച്ച് നോക്കുന്ന കണ്ട കാരഡക്ക് നീ അവന്റെ തലയിൽ അരി തന്നെയാണോ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഈ ഫോട്ടോയിൽ അവന്റെ ഷോർട്സ് നനഞ്ഞിട്ടുണ്ട്, പക്ഷെ മുടി നനഞ്ഞിട്ടില്ല. കൊലപാതകം നടന്നു എന്ന് പറയുന്നത് 10 മണിക്കാണ്. ഇവിടെ കടലിൽ ദിവസം 2 തവണ വേലിയേറ്റം ഉണ്ടാവും. ഒന്ന് ഉച്ച കഴിഞ്ഞ്, രണ്ടാമത് രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിൽ. അപ്പോൾ 10 മണി മുതൽ ലൂക്കസിന്റെ ബോഡി അവിടെ കിടന്നുവെങ്കിൽ മുഴുവനായിട്ട് നനയേണ്ടതാണ്, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ മരണം സംഭവിച്ചിരിക്കുന്ന സമയം തെറ്റാണെന്ന് മോർഗൻ പറഞ്ഞപ്പോൾ ഡാഫിനി ഉടനെ അല്ലെങ്കിൽ മരണം നടന്നിരിക്കുന്നത് കടപ്പുറത്ത് വെച്ച് ആയിരിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ലൂക്കാസിനെ വേറെ എവിടെയോ വെച്ച് കൊലപ്പെടുത്തിയിട്ട് അവന്റെ ശരീരം ഒരു ലഗേജ് ബാഗിന്റെ അകത്താക്കി ബീച്ചിൽ നിന്നും എല്ലാവരും പോയതിനു ശേഷം അത് മിക്കവാറും വേലിയേറ്റം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ കടപ്പുറത്ത് കൊണ്ടിട്ടതായിരിക്കും. അപ്പോൾ നമുക്കിനി കൊല നടന്ന സ്ഥലവും കണ്ടുപിടിക്കണമെന്ന് ചീഫ് പറയുന്നു. പിന്നീട് എല്ലാവരും അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. മോർഗൻ വല്ലാത്ത ടെൻഷനിലാണ്. കാരണം ലൂക്കാസിന്റെ മരണം നടന്നിട്ട് കുറെ നാളായി, ഇതുവരെ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തെളിയിക്കാതെ അത് എത്ര നാൾ പോകുക എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് മനസ്സിലായ ചീഫ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് മോർഗൻ ടെൻഷൻ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചീഫിന് മനസ്സിലായി. അപ്പൊ ചീഫ് റോമന്റെ കാര്യം ഞാനാണ് നിനക്ക് പ്രോമിസ് ചെയ്ത് തന്നിരിക്കുന്നത്, അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടല്ല, ആ കാര്യത്തിൽ ഞാൻ ഒരു പരിധി വരെ ഓക്കെയാണ്. അതെന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവൾ വിചാരിച്ചിരിക്കുന്നത് അവളുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ്. അവൾ അത് ജീവിതകാലം മുഴുവൻ ഓർത്ത് അവളുടെ അച്ഛനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മോർഗൻ പറയുന്നു. ചീഫ് അത് മനസ്സിലാക്കിയിട്ട് മോർഗൻ ഗുഡ് നൈറ്റ് പറയുന്നു. അവൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ട് മോർഗന്റെ തലയിൽ നിന്ന് ആ കേസ് പോകുന്നില്ല. അവൾക്ക് അങ്ങനെയാണല്ലോ, ഒന്ന് തലയിൽ കയറി അത് സോൾവ് ചെയ്യുന്നവരെ ഉറക്കമില്ല. കാരഡക്കിനെ കാണിക്കുമ്പോൾ അവൻ അവന്റെ വീട്ടിലേക്ക് ആ ഫോട്ടോസ് എല്ലാം എടുത്ത് വന്ന് ടേബിളിൽ നിരത്തി വെച്ച് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോർഗൻ നേരെ കാരഡക്കിന്റെ വീട്ടിലെത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും രാത്രി മുഴുവൻ ആ കേസിനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യുന്നു. ഇടയ്ക്ക് ഭക്ഷണം എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ രാവിലെ ആയിട്ടും അവർക്ക് പ്രത്യേകിച്ച് ഒരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെ മോർഗൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. വീടിന് പുറത്തിറങ്ങി വാതിലടച്ച് തിരിഞ്ഞപ്പോൾ അവിടെ പുറത്തുണ്ടായിരുന്ന ഒരു ബൾബ് മങ്ങി മങ്ങി കത്തുന്നു. അത് കണ്ടപ്പോൾ മോർഗന് പെട്ടെന്ന് എന്തോ സ്പാർക്ക് ഉണ്ടാവുന്നു. അവൾ ഉടനെ തന്നെ കാരഡക്കിനോട് നമുക്കൊരു സ്ഥലം വരെ പോകണം, കാറിൽ വെച്ച് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം, ആരാണ് ലൂക്കസിനെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എന്നിട്ട് കാറിൽ വെച്ച് മോർഗൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ലൂക്കസിനെ കൊല ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ആയുധം സ്നോ ഗ്ലോബ് ആണ്. സ്നോ ഗ്ലോബ് മനസ്സിലായില്ലേ? ഓം ശാന്തി ഓമിലെ മേഘർ കഹും എന്ന പാട്ടിൽ കാണിക്കുന്നില്ലേ, ബോൾ പോലെ ഇരിക്കുന്ന ഗ്ലാസ്, അതിന്റെ അകത്ത് എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാവും. അതൊരു ലിക്വിഡിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. എന്നിട്ട് ആ ലിക്വിഡിൽ മഞ്ഞ് പോലെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാവും, കണ്ടിട്ടില്ലേ? അപ്പോൾ മഞ്ഞ് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കുന്ന ആളുകൾ പല സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മെഴുക്, മണൽ, അറക്കപ്പൊടി, അങ്ങനെ അങ്ങനെ. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് അരി. പിന്നെ ലൂക്കസിന്റെ മൂക്കിൽ നിന്നും എഥിലിൻ ഗ്ലൈക്കോൾ ലിക്വിഡിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ
സ്നോ ഗ്ലോബിന്റെ അകത്തുള്ള ലിക്വിഡ് ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ എഥിലിൻ ഗ്ലൈക്കോൾ ഭയങ്കര പോയിസണസ് ആണ്, അപ്പൊ സൂക്ഷിക്കണം. ഈ സ്നോ ഗ്ലോബ് കണ്ടുപിടിച്ചത് പണ്ടൊരു ശാസ്ത്രജ്ഞൻ ഒരു സർജിക്കൽ ബൾബിന്റെ പ്രകാശം കൂട്ടുന്നത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ കണ്ടുപിടിച്ചാണ്. അപ്പൊ അതാണ് അവൾക്ക് കാരഡക്കിന്റെ വീടിന്റെ മുമ്പിലുള്ള ബൾബ് മങ്ങിക്കത്തിയപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. അപ്പോൾ ഈ സ്നോ ഗ്ലോബ് വെച്ച് ലൂക്കസിന്റെ തലയിലടിച്ച് കൊലപ്പെടുത്തിയത് ആരാണെന്ന് വെച്ചാൽ അത് എഡ്വാർഡ് ആണ്. എഡ്വാർഡും ബ്ലെയിനും ഓരോ രാജ്യങ്ങളിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ ആദ്യം മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ പെടുന്ന രാജ്യങ്ങളാണ് ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, ഗ്രീസ്. അതിലും കൂടുതൽ രാജ്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഗ്രീസിൽ ഒഴികെ ബാക്കിയുള്ള 3 രാജ്യങ്ങളിലെ സുവനീറുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രീസിന്റെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ആ സ്നോ ഗ്ലോബ്. സംഭവിച്ചത് ബ്ലെയിനിന് ചില പണമിടപാടുകളും അവിഹിതവും ചിലപ്പോൾ ലഹരി ഇടപാടുകളും ഉണ്ടാവും. അത് ലൂക്കാസ് അറിഞ്ഞിരുന്നു. ലൂക്കാസ് അതെല്ലാം എഡ്വാർഡിന്റെ അടുത്ത് പറഞ്ഞു. ലൂക്കാസ് ഇത് പുറത്തുപോയി പറഞ്ഞാൽ ബ്ലെയിൻ പെടും. പക്ഷെ എഡ്വാർഡ് അവന്റെ സഹോദരനെ വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. അതുകൊണ്ട് എഡ്വാർഡ് സ്നോ ഗ്ലോബ് വെച്ച് ലൂക്കാസിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് മോർഗൻ പറയുന്നു. പിന്നെ പെനി ഈ കേസെല്ലാം അന്വേഷിച്ച് അവസാനം ബ്ലെയിനിലേക്ക് എത്തുമെന്ന് മനസ്സിലായപ്പോൾ അവളെയും എഡ്വാർഡ് കൊല്ലാൻ ശ്രമിച്ചതാവാം എന്ന് പറയുന്നു. അങ്ങനെ എഡ്വാർഡിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ ബീച്ച് ക്ലബിലേക്ക് എത്തുന്നു. പോലീസുകാർ വരുന്നത് CCTVയിൽ കൂടി കണ്ട എഡ്വാർഡ് അപകടം മണക്കുന്നു. കാരഡക്ക് അവന്റെ ഓഫീസിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ അവിടെ ഇല്ല. CCTVയിൽ നോക്കിയപ്പോൾ എഡ്വാർഡ് പുറത്തുകൂടി എങ്ങോട്ട് ഓടിപ്പോകുന്നത് കണ്ട് അവനെ പിടിക്കാൻ പോലീസുകാർക്ക് കാരഡക്ക് നിർദ്ദേശം നൽകുന്നു. അപ്പോൾ മോർഗൻ എഡ്വാർഡിന്റെ മേശപ്പുറത്ത് നോക്കിയപ്പോൾ എഡ്വാർഡും ബ്ലെയിനും ഒരുമിച്ച് നിന്നിരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് അവൻ കമഴ്ത്തി വെച്ചിരിക്കുന്നു. ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പാറക്കെട്ട് പെനി അന്വേഷിച്ച് കുറെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അവളുടെ അലമാരയുടെ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ മോർഗൻ കാരഡക്കിനോട് എഡ്വാർഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ പാറക്കെട്ട് ആ ബീച്ചിന്റെ തന്നെ ഒരു സൈഡിലായിരുന്നു. അവർ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആ വലിയ പാറക്കെട്ടിന് മുകളിൽ എഡ്വാർഡ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരഡക്ക് മോർഗൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ബ്ലെയിനും അങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ചെയ്യരുത്, എനിക്ക് നിന്നെ വേണം എന്ന് എഡ്വാർഡിനോട് പറയുന്നു. അങ്ങനെ എഡ്വാർഡ് താഴെ ഇറങ്ങുന്നു. പിന്നീട് അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനുശേഷം മോർഗൻ പെനിയുടെ അടുത്തെത്തി എഡ്വാർഡ് ആയിരുന്നു കൊലയാളി എന്നും അവൻ അറസ്റ്റ് ചെയ്തു എന്ന് അവളോട് പറയുന്നു. അത് കേട്ട് പെനി കരഞ്ഞിട്ട് മോർഗന് താങ്ക് യു പറയുന്നുണ്ട്. അവൾ ഈ കേസ് കളിക്കാൻ കുറെ കഷ്ടപ്പെട്ടതായിരുന്നല്ലോ. അവിടുന്ന് കാണിക്കുന്നത് മോർഗൻ ടോമുമായിട്ട് ഡേറ്റിംഗിൽ ഇരിക്കുന്നതാണ്. ടോം ഇതിനിടയ്ക്ക് ഇന്നലെ മുതൽ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, വൈകിട്ട് ഡേറ്റിംഗിന് വരുമോ എന്ന് ചോദിച്ച്. പക്ഷെ ഇന്നലെ രാത്രി അവൾ കാരഡക്കിന്റെ അടുത്തായിരുന്നല്ലോ, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് അവൾ ചെന്നു. മോർഗന്റെ സ്വഭാവം അറിയാലോ, ഒരു കേസ് തലയിൽ കയറി കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ വേറെ ഒന്നിലും അവൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ അവൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചീഫ് അവളെ വിളിച്ച് ഓഫീസിലേക്ക് വരാൻ പറയുന്നു. അവൾ അങ്ങോട്ട് ചെല്ലുന്നു. ചീഫ് വിളിച്ചത് റോമനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. ചീഫ് റോമന്റെ കേസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പറയത്തേക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് അവളുടെ അടുത്ത് ഇതുവരെ ഒന്നും പറയാത്തത്. എന്നാൽ ഇപ്പോൾ റോമനെ കാണാനാവുന്നതിന് മുമ്പ് അവൻ ഒരാളെ പലതവണ കണ്ടു എന്ന് പറഞ്ഞ് ഒരാളുടെ പേര് പറയുന്നു, ജിയോ. അയാളെ നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ മോർഗൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ജിയോ എന്തോ ഒരു ഇൻഫോർമർ ആണെന്നാണ് ചീഫ് പറയുന്നത്, അതായത് ഈ പോലീസ് ഇൻഫോർമർ. അപ്പൊ അങ്ങനെ ഒരാളുമായിട്ട് റോമൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ജിയോയെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് മോർഗൻ ചോദിച്ചപ്പോൾ ഉവ്വ എന്ന് പറഞ്ഞ് അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് അവനോട് ചോദിക്കാനുണ്ടെന്ന് ചീഫ് പറയുന്നു. അപ്പോൾ ചീഫ് ആത്മാർത്ഥമായി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് ചീഫിനെ നന്ദിയോടെ നോക്കി നിൽക്കുന്ന മോർഗനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.